നമ്മളെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കണ്ടാലും മതി വരൂല കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ഞായറാഴ്ച കോഴിക്കോട് വരുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുതരാം. അത് അപ്പം ഞങ്ങൾ പാളയത്ത് എത്തിയിട്ടുണ്ട്. അവിടെ പൂക്കളും ഒക്കെ അങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്ന പൂക്കളൊക്കെ ഉണ്ട്. മുല്ല അതൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ റെനക്ക് മുല്ല വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മുല്ല അപ്പം തന്നെ വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് റെനക്ക് ആ ചേച്ചി തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മുല്ലയൊക്കെ എന്നിട്ട് ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത് സൺഡേ മാർക്കറ്റിലാണ്. സൺഡേ മാർക്കറ്റിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോളി. ബാക്കി ഞാൻ കഥ പറയാം. കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ 40-ലധികം വർഷം കരിവമ്പോയിൽ മസാല കച്ചവടം നടത്തിയ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരെയും ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും കോഴിക്കോട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാപ്പ സാധനം വാങ്ങാൻ പോണേരെ വലിയങ്ങാടിയിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചിരും. അങ്ങനെ അവിടെ നിന്ന് ഹോട്ടലൊക്കെ കയറി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും. അതൊക്കെ ഒരു വളരെ ഒരു എന്താ പറയുക സ്വപ്ന തുല്യമായിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ഞാൻ വലുതായതിന് ശേഷം സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കോഴിക്കോട് കൂടി ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ സിനിമാ പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിഠായി തെരുവിൽ എത്തിയിട്ടുണ്ട്. അതപ്പോൾ നാജിലിന് ഒരു ജേഴ്സി വേണമെന്ന് പറഞ്ഞു. അർജൻറ്റീന ഫാൻസ് ആയതുകൊണ്ട് തന്നെ നാജിലിന് ജേഴ്സി വേണമെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ബൂട്ടും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബൂട്ടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നോക്കിയപ്പോൾ നല്ല ബൂട്ടുകളൊക്കെ ഉണ്ട്. നല്ല കമ്പനിയൊക്കെ ആണെന്ന് അവർ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. പിന്നെ പെട്ടിയൊക്കെ ഉള്ള ഇതാണ്. കുറച്ച് പഴക്കമുള്ളതുകൊണ്ടോ അല്ലെ കടകൾ അടിച്ചു പോയതുകൊണ്ടായിട്ടാണെന്ന് തോന്നുന്നു. 1049 രൂപ എന്നൊക്കെ ഈ ഇതിൽ കാണുന്നു, പെട്ടിൻ്റെ അതിൽ കാണുന്നുണ്ട്. 200 രൂപ ആട്ടെ ഞങ്ങളോട് അവർ പറഞ്ഞത്. അങ്ങനെ 200 രൂപക്ക് വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരുപാട് കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ കോഴിക്കോട് പാളയത്തിലാണ്. ഇവിടെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് കിട്ടും. അവിടെ ഉള്ള ആൾക്കാർ അവർ ശരിക്കും ഒരു ശല്യമായിട്ടാണ് എനിക്ക് തോന്നൽ. ഇങ്ങനെ നമ്മൾ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അർജൻറ്റീന ഫാൻസുകാരനായിട്ടുള്ള അച്ഛനെയും മോളെയും കണ്ടു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരെ റഹ്മത്ത് ഹോട്ടലിൽ പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. അതിൻ്റെ അടുത്തുള്ള ഞങ്ങൾ അശോക ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചി നടത്തുന്ന ഹോട്ടലിൽ കയറി. അവിടെ ഭക്ഷണത്തിനൊക്കെ വിലയും കുറവാണ്. നല്ല ഭക്ഷണമായി, നല്ല സാമ്പാറും ചോറും ഞാൻ കഴിച്ചത്. നാജിൽ ബിരിയാണി, ഹാഫ് ബിരിയാണി 80 റുപ്യയുള്ളതിന് 60 രൂപയാണ് പായസവും എല്ലാം കൂടിയുള്ള ചോറിന്. അതുപോലെ തന്നെ നേരെ പോയി പിന്നെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ ഞങ്ങൾ കോഴിക്കോട് മൊത്തം കറങ്ങി തന്നെ പറയട്ടെ. അന്ന് രാവിലെ 10 മണിക്ക് ശേഷം പോയിട്ട് വൈകുന്നേരം വരെ കറങ്ങിയപ്പോൾ കോഴിക്കോട് മൊത്തം കറങ്ങിയെന്നറിയാം. അങ്ങനെ അത് മീൻ മാർക്കറ്റിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു 150 രൂപക്ക് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ ഫുള്ള് മീൻ എടുക്കുകയാണെങ്കിൽ 150 രൂപ മതി കിലോന്. അപ്പോൾ നാട്ടിലെത്തിയാൽ ആർക്കെങ്കിലും കൊടുക്കാമെന്നുള്ളതിൽ ഞങ്ങൾ അവിടെ നിന്ന് 2 കിലോൻ്റെ മുകളിൽ മീൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലൂടെയും കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട് അങ്ങനെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക്